ഹലോ എവ്രി വൺ. അപ്പോൾ ആദ്യം ഞാൻ മാൽദീവ്സ് വിസിറ്റ് ചെയ്തു. പിന്നെ അച്ഛമ്മയും അച്ഛനും വിസിറ്റ് ചെയ്ത വ്ളോഗ് നിങ്ങൾ കണ്ടു. ഇപ്പോൾ ഇതാ അമ്മയും അനിയനും അവിടെ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. 9th ഏപ്രിലിനാണ് അവരിവിടുന്ന് പോയത്. 2 hours ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്താനായിട്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത ദിവസമാണ് അവർ മാലയിലെ സ്ട്രീറ്റ്സിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. ഇതാണ് കേട്ടോ സുപ്രീം കോർട്ട് ഓഫ് മാൽദീവ്സ്. ആൻഡ് ബിഫോർ 20 years ഇതെന്ന് പറയുന്നത് പ്രസിഡൻസ് പാലസ് ആയിരുന്നു. ഇതൊക്കെ മുന്നത്തെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഫ്രൈഡേ മോസ്ക്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് സുൽത്താൻ പാർക്ക് ഉള്ളത്. ഇതാണ് ഓൾഡ് ഫ്രൈഡേ മോസ്കും അതേപോലെ ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് പ്രസിഡൻറ്റും. അടുത്തതായിട്ടുള്ളത് ഓൾഡസ്റ്റ് സ്കൂൾ ഓഫ് മാൽദീവ്സ് ആണ്. മജീദിയ സ്കൂൾ എന്നാണ് ഈ സ്കൂളിൻ്റെ പേര്. ആനിവേഴ്സറി ആണ് ഇതിൻ്റെ. പിന്നെ ഇവർ നേരെ പോയത് ഇവിടെയുള്ള ആർട്ടിഫിഷ്യൽ ബീച്ചിലോട്ടാണ്. അടുത്തത് പിന്നെ ഇവർ പോയത് ഹുലുമാലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ബസ് എടുത്തിട്ട് വേണം ഹുലുമാലേക്ക് പോകാൻ. അങ്ങനെ ബസ്സിലൊക്കെ കയറി ഹുലുമാലയൊക്കെ കണ്ടു. ഫേസ് 2ലാണ് ഇവർ ആദ്യം ഇറങ്ങിയത്. ഫേസ് 1ഉം ഫേസ് 2ഉം ആണുള്ളത്. ഫേസ് 3 പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ. ഹുലുമാല എന്ന് പറയുമ്പോൾ ഫുൾ കംപ്ലീറ്റ്ലി കുറേ ബിൽഡിങ്സും ഫ്ലാറ്റൊക്കെയാണുള്ളത്. ഒറ്റയടിക്ക് എവിടെ നോക്കിയാലും ഇത്രയും നല്ല ഹൈറ്റിലുള്ള ബിൽഡിങ്സൊക്കെ കാണുമ്പോൾ ആർക്കായാലും നോക്കി നിൽക്കാൻ തോന്നും. ഫോട്ടോ ഇവിടെ നിന്നൊക്കെ ഞാൻ പോയ ടൈമിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള പ്ലേസ് തന്നെയാണ് മാൽദീവ്സ് എന്ന് പറയുന്നത്. അതേപോലെ വിസിറ്റ് ചെയ്യാനും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. എന്താ ഇപ്പോൾ ഈ കാണുന്ന സ്പോട്ടാണ് ഹുലുമാലയിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ട്. കാരണം ഇതിൻ്റെ അടിയിൽ തണലുണ്ട്. അതേപോലെ ഇവിടുന്ന് വെള്ളം നോക്കാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഞാൻ അവിടെ കാലിട്ട് ഇരുന്നിട്ടൊക്കെ ഉണ്ട് ഞാൻ പോയ ടൈമിൽ. ഇത് അതിൻ്റെ മുകളിൽ ബ്രിഡ്ജുണ്ട്, അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഇവിടെയും നല്ല വ്യൂ ആണ്. ഇനി ഇതെന്ന് പറയുന്നത് ഹുലുമാലയിൽ തന്നെ ഉള്ളൊരു ബീച്ച് സൈഡാണ്. പിന്നെ ഹുലുമാലയിൽ ആ ഒരു ടൈമിൽ സമ്മർ എക്സ്പോ എന്തോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരത് കാണാനായിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇവിടുത്തെ ബീച്ചിൽ ഇറങ്ങിയപ്പോൾ തന്നെ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നാമത് ഇത്ര ഭംഗിയുള്ള ബീച്ചാണ്. അപ്പോൾ അതിലും കൂടി ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീൽ തന്നെയാണ് കിട്ടുക. പിന്നെ അതിൻ്റെ അടുത്ത ഡേ അച്ഛൻ വർക്ക് ചെയ്യണ ഐലൻഡിലോട്ട് പോവാണ്. മടുവരി എന്നാണ് ഐലൻഡിൻ്റെ പേര്. പിന്നെ അവർ ലോഞ്ചിലൊക്കെ കയറിയിരുന്നു. കാരണം ഇവിടുന്ന് മടുവരിക്ക് എത്താൻ ഒരു 2 hours എടുക്കും. നിഹാദിന്റെ രണ്ടാം അപ്പോൾ ഇതാണ് അച്ഛൻ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്ന ഐലൻഡ് മടുവരി. ഓൾറെഡി മുന്നത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ അച്ഛൻ താമസിക്കുന്ന വീട്. ഞാൻ പോയ ടൈമിൽ വേറെ വീടായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് ഷിഫ്റ്റായി. അപ്പോൾ ഇതാണ് മടുവരിയിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഗസ്റ്റ് ഹൗസ്. ഇതിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. ഞാൻ പോയ ടൈമിൽ ഇതിൻ്റെ പണിയൊക്കെ ഇങ്ങനെ തുടങ്ങി വെച്ച ആ ഒരു ടൈമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട്. അമ്മയും അനിയനും ഈ ടൈമിൽ സ്നോർക്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഈവനിങ് ടൈം ആയിക്കഴിഞ്ഞാൽ അച്ഛനും കണ്ണനൊക്കെ കളിക്കാനായിട്ട് ഇറങ്ങാറുണ്ട്. പിന്നെ വില്ലിംഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐലൻഡ് ഉണ്ടായിരുന്നു. അവിടെ ഇവർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നോ? പിന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണത് അച്ഛൻ നല്ല തകർപ്പനായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. ജിമ്മൻ നിരഞ്ജൻ. ഇതാണ് ജിമ്മത്തി ബിജു വട്ടപ്പാറ. ഇതാ അടുത്ത ഗോതയിൽ അവൾ കയറി. യുദ്ധത്തിനായി അവൾ തയ്യാറാണ്. അവളുടെ കരങ്ങൾ കൈയെടുത്ത് വലിക്കൂ. അവളുടെ കാല് നമ്മുടെ ബോഡിനടുത്തേക്ക് വലിക്കൂ. ഇതാ കണ്ടില്ലേ? കരുത്തിൻ്റെ പര്യായമായ ബിജു വട്ടപ്പാറ നിരഞ്ജൻ്റെ നിയന്ത്രണത്തിൽ, നിരഞ്ജൻ്റെ അക്ഷരങ്ങൾ പാലിച്ചുകൊണ്ട് ഇതാ നോക്കൂ, ബോഡി ബിൽഡിങ്ങിൽ ഒരു അസാധാരണ ഉയരത്തിലേക്ക് നിരഞ്ജൻ എന്തോ ഒരു സാധനം കണ്ട് മൂഞ്ചിപ്പോയി. ബിജുവിന് ഇത് ഇഷ്ടമായി അത്രേ. ബിജു ഇത് ബാഗിൽ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതെനിക്ക് വേണം, ഇത് എനിക്ക് നിങ്ങൾ തരണം, ഇത് ഞാൻ എടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണൂ, നിരഞ്ജൻ്റെ അഭ്യാസം.
അതാ ഇത് കീഴ്പ്പെട്ട അക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇതാ മസിലുകൾ പെരുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഒരു 10 ദിവസമാണ് അവരവിടെ ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം അവർ മാലയിലേക്ക് വീണ്ടും പോയി. മാലയിൽ ആർട്ടിഫിഷ്യൽ ബീച്ചിൻ്റെ അടുത്തുള്ള പാർക്കാണിത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു അവർ മാലദ്വീപ്സിൽ പോയിട്ട് കണ്ടത്. എന്തൊക്കെയായാലും അച്ഛൻ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും മാലദ്വീപ്സ് കാണാൻ പറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.